ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം, സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നിഷി വന്നിട്ടുള്ളത് ഓട്ടട മാവ് വെച്ചിട്ട് കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാം, അതും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കലത്തപ്പം ഉണ്ടാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓട്ടട ഇതാ ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് എന്താ പറയുക, ഓട്ടട എന്ന് കരുതിയിട്ട് ആരും പേടിക്കൊന്നും വേണ്ട, എന്താ അത് സംഭവം ഒന്നും കരുതൊന്നും വേണ്ട. നമ്മളെ മലപ്പുറക്കാരുടെ രാവിലത്തെ ഒരു പലഹാരമാണ് കേട്ടോ. അതും ഒരു കറിയൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ, നല്ല ചൂടോട് കൂടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. ഇനി നമുക്ക് ഓട്ടട നന്നായില്ല എന്ന് ഓട്ടട അറിയുന്നവർക്ക് അറിയാം, അത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടേണ്ടതെന്നുള്ള വെച്ചാൽ എൻ്റെ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി കേട്ടോ. ഞാനാണ് ഗ്യാരണ്ടിയെ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ ഓട്ടടയൊക്കെ ആവശ്യത്തിന് ചുട്ടെടുത്തിട്ട് ഇതാ ഇത്രയും മാവ് ബാക്കിയുണ്ട്. ഞാനിത് ആദ്യം തന്നെ കുറച്ച് കണ്ടെടുത്തതായിരുന്നു എനിക്ക് കലത്തപ്പം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 കപ്പ് ഏകദേശം മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ രാവിലെ ഇതാ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു 3 ശർക്കരൻ്റെ അച്ചാൻ ഇട്ടിട്ടുള്ള ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ആകെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതാ കുറച്ച് മാവ് ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 കപ്പിന് ഏകദേശം കുറച്ച് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച്, അതിന് ഓൾറെഡി മാവ് അരഞ്ഞതാണല്ലോ. അപ്പോൾ അതായത് ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മൈദേൻ്റെ പൊടിയാണ്. അതേപോലെ തന്നെ 3 ടീസ്പൂണ് ഗോതമ്പിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട്, അതായത് കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് വെറൈറ്റി ആക്കും വേണം, എന്നാൽ ശർക്കരൻ്റെ ലൂസ് വരുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ 3 ടീസ്പൂണ് മൈദ, 3 ടീസ്പൂണ് ഗോതമ്പ് പൊടി, പിന്നെ നമ്മൾ അപ്പസോഡ ചേർക്കുന്നതിന് ബദൽ ഞാൻ സാധാരണ ഇതാ ചെയ്യാറ് ഒരു 3 പപ്പട ഇതാ ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച്, അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഒരു 3 ഏലക്കയും കൂടി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത്രയും മതിയേ. ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ മിക്സ് നമ്മൾ ആ പഴയ മാവുക്ക് തന്നെ നമുക്കൊന്ന് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇനി ഞാനത് ആ ചൂടോട് കൂടി ഞാനത് ആ ശർക്കര ഒഴിക്കുന്നതോട് കൂടി തന്നെ ഞാൻ ഇളക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മാവ് കട്ട പിടിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ആ സമയം തന്നെ രണ്ടും ചെയ്യുക, വേഗം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അങ്ങനെ കട്ടൊന്നും പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക, അത്ര മാത്രം ശ്രദ്ധിക്കേണ്ടുള്ളൂ കേട്ടോ. അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ വറുത്തെടുത്തിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം നമുക്ക് കണക്കായിരിക്കും, വലിയ ഏറെ ഒന്നും വരില്ല, എന്തായാലും നന്നാവുമെന്ന് ഉറപ്പാട്ടോ. അങ്ങനെ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തതിന് ശേഷം ഇത്രയും മതി. അതും ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അപ്പം തന്നെ പിന്നെ മാവ് വയ്ക്കൊന്നും വേണ്ട. അതാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്, ഒരു പഴയ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല ആ കുക്കറിൽ ഉണ്ടാക്കിയാൽ നമുക്കൊരു പെർഫെക്റ്റ് കൂടുതലായി കിട്ടുന്നു. കൂടുതൽ ഉപയോഗിക്കുന്ന കുക്കറുകളായിരിക്കും നമുക്ക് എപ്പോഴും ഉള്ളിൽ മിനുസ് ഉണ്ടായതുകൊണ്ട് തന്നെ വേഗം സെറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഒരു പാത്രത്തിലെടുത്തിട്ട് 2 കലത്തപ്പത്തിനുള്ള മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി മൂപ്പിച്ചിട്ട് ഇതാ നമ്മൾ ഈ കലത്തപ്പം കുക്കറിൽ ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ തിളച്ചതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതാ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മളെ കലത്തപ്പം സെറ്റായി കിട്ടും കേട്ടോ. തീ അപ്പോൾ വളരെ കുറച്ച് ലോയിലാക്കുക കേട്ടോ. ഒരു 2 സെക്കൻഡോളം നല്ലോണം ഒന്ന് തീ ഫ്ലെയിമിൽ ഓവർ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് ആക്കിയിട്ട് ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ കലത്തപ്പം സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ കലത്തപ്പം നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടും കേട്ടോ. ഓട്ടട മാവിൽ നമ്മൾ ചോറും കൂടി കൂട്ടുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കലത്തപ്പം ഞാൻ മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ല നാരോട് കൂടിയിട്ടുള്ള കലത്തപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക, ലൈക്ക് അടിക്കുക ഒക്കെ ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ മാവും ഒഴിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കലത്തപ്പം കിട്ടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ഓക്കെ, ബൈ.